ഹലോ, ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത്. കുറേ നാളായി ലോങ് വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ തോന്നാറില്ല, ശരിക്കും മടി കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇത് വലിയ ഗെറ്റ് റെഡി വിത്ത് മീറ്റൊന്നല്ല ഞാൻ കാണിക്കുന്നത്, ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. പുറത്തെന്ന് പറയുമ്പോൾ വേറെ എവിടെയല്ല ഗൈസ്, കാലിക്കറ്റ് തന്നെയാണ്. കുറച്ച് ഫ്രെയിം ചെയ്യാനുണ്ട്. വിഷ്ണുവേട്ടൻ പൊക്കോളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന്. അപ്പോൾ എനിക്കിതേ മേക്കപ്പ് ചെയ്യാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വേഗം സെറ്റായിട്ട് ഇറങ്ങുകയാണ് ചെയ്യുക. ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് താറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഞാൻ പോകാൻ പോവാണ്. എന്നോട് കുറേ എൻ്റെ 2-3 ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, കുറേ പേരൊന്നുമല്ല 2-3 ഫ്രണ്ട്സ് കേട്ടോ, ചോദിച്ചായിരുന്നു നിനക്ക് എപ്പോഴും ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും അത്യാവശ്യം ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൊല്ലത്ത് പോവും, പിന്നെ തിരിച്ച് കാലിക്കറ്റ് വരും, പിന്നെ അങ്ങോട്ട് തന്നെ പോവും. അങ്ങനെ പോയി എൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സുകളും ഞാൻ അവിടെ വെച്ച് കൊല്ലത്ത് വെച്ച് മറന്നിട്ടായിരിക്കും വരിക. അപ്പോൾ കുറച്ച് 2-3 ഡ്രസ്സൊക്കെ ഉള്ളൂ. കുറേ ഡ്രസ്സ് ഉണ്ടെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന എൻ്റെ ഫേവറേറ്റ് ഉള്ള 2-3 ഡ്രസ്സുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഞാനിങ്ങനെ മാറി തിരിഞ്ഞിടുന്നത്. ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം എൻ്റെ വീട്ടിലാണ് കൈസ്. ഇനി അത് എടുക്കാൻ മറന്നു പോകണതാണ്, ഇനി പോയിട്ട് വരുമ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വരണം. അങ്ങനത്തെ ഒരുപാട് നേരത്തെ എൻ്റെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക്, ഒരു പൊട്ടും തൊട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ടൊന്ന് പിരിക് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ തന്നെ കുറേ ആയല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങളിത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വീടൊക്കെ പൂട്ടി താക്കോലൊക്കെ ഭദ്രമായിട്ട് ഒരിടത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുടിയൊക്കെ കെട്ടി കമ്മലൊക്കെ ഇട്ടാണ് ഇറങ്ങിയെങ്കിലും എപ്പോഴും ഞാൻ ഈ മുടി ഇങ്ങനെ അഴിച്ചിടും ഗൈസ്. കാരണം ഹെൽമെറ്റ് വെക്കുമ്പോൾ കമ്മലിടുന്നത് എനിക്ക് റിസ്ക് ആണ്, മുടി അങ്ങനെ കെട്ടിയിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം ഞാൻ എല്ലാം ഊരി. ആസ് യൂഷ്വൽ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെ ഇറങ്ങിയത് കൊണ്ട് നല്ലോണം വിശന്നു. അപ്പോൾ നല്ല നാടൻ ഫുഡ് കഴിക്കാൻ തോന്നിയിട്ട് നമ്മളൊരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതാണ്. അവിടുന്ന് കപ്പയും നല്ല താറാവ് വരട്ടിയതും. എൻ്റെ ദൈവമേ, എന്താ അതിൻ്റെ ടേസ്റ്റ്! എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം തന്നെ അതിൻ്റെ ടേസ്റ്റ് ആലോചിച്ചിട്ട് ഇങ്ങനെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ലെഗ് പീസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല, എപ്പോഴും മന്തിയൊക്കെയാണ് കഴിക്കുന്നത്. നല്ല നാടനായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഫ്രെയിംസ് ഒന്നുമില്ല, 3 ഫ്രെയിംസ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പോകേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. പിന്നെ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ഒന്ന് ചുറ്റിക്കറങ്ങി കാലിക്കറ്റൊക്കെ പോയി. എനിക്കങ്ങനെ യാത്രയൊന്നും പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടാണ് ഇത് ഇന്ന് ഇഷ്ടമുണ്ട് പറഞ്ഞത്. ഫ്രെയിം ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ SM സ്ട്രീറ്റിലുള്ളൊരു ഷോപ്പിലേക്കാണ് പോയത്. ഇവിടെ നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് അവർ കസ്റ്റമൈസേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്രെയിംസൊക്കെ സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒന്ന് സെറ്റായിട്ട് അതൊന്ന് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പുറത്തിറങ്ങി. അപ്പോഴാണിത്, ഇപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പോൾ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം മേടിച്ചു. ഇവിടെ ഞങ്ങൾ കൊല്ലത്തൊക്കെ ഇതിന് അഷാന്നാണ് പറയുക, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, അയലെന്നാന്ന് തോന്നുന്നു. ഇത് ഞാവൽപ്പഴമാണ്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ടില്ല, ഇതിങ്ങനെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മേടിക്കണം എന്ന് തോന്നി. അങ്ങനെ വിഷ്ണുട്ടൻ മേടിച്ച് തന്നു. ഞാൻ അത് കഴിച്ച് നോക്കി. എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിച്ചില്ല കേട്ടോ. ചെറിയൊരു മധുരം, ചെറിയൊരു ചവർപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം പോയി ബീച്ചിലിരിക്കാമെന്ന് വിചാരിച്ചു, കാരണം കുറേ നാളായി ബീച്ചിലേക്കൊക്കെ പോയിട്ട്. അങ്ങനെ നമ്മൾ ബീച്ച് അങ്ങേ അറ്റത്തുള്ള ബീച്ചിലേക്കാണ് പോയത്. ഇവിടെ ഹാർബറിൻ്റെ അടുത്താണ്. ഇവിടെ മറ്റേ കല്ലൊക്കെ വെച്ചിട്ട് പുളിമുട്ടിലോ അങ്ങനെ എന്തോ പറയുന്നേക്കാം. അപ്പോൾ അവിടേക്കാണ് പോയത്. നല്ല വൈബാണ്. ആ ഒരു സമയത്ത്, അതും ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അധികം വെയിലുമില്ല, എന്നാൽ വെയിൽ കുറവും അല്ലാത്തൊരു ടൈം. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഒരു 6 മണി 6:30 ആവാറായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പോണ വഴിക്ക് 2 ഐസും മേടിച്ച് കഴിച്ചു. ഞാൻ മാംഗോ ഫ്ലേവറും വിഷ്ണുവേട്ടൻ പിസ്ത ഫ്ലേവറും ആയിരുന്നു മേടിച്ചത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പിന്നെ SM സ്ട്രീറ്റിലേക്ക് തന്നെയാണ് പോയത്. ഫ്രെയിം സെറ്റാക്കി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ ഒട്ടുമിക്ക ഗിഫ്റ്റ് ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ നല്ല അടിപൊളിയായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കി തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഗൈസ്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.